നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ, അവർ രണ്ടുപേരും സഹമന്ത്രിമാരാണ്. ഒന്ന്, തൃശ്ശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 74,000-ൽ പരം വോട്ടിന് ജയിച്ച സുരേഷ് ഗോപിയും മറ്റൊരാൾ രാജ്യസഭ വഴി അംഗമായിട്ടുള്ള ജോർജ് കുര്യനുമാണ്. ഇതിന് പുറമെയായി ഇപ്പോഴിതാ ജോസ് കെ മാണി കൂടി BJPയിലേക്ക് ലയിക്കുമ്പോൾ മന്ത്രിമാരുടെ എണ്ണം 3 ഉയരും എന്നുള്ളത് വ്യക്തമാണ്. ജോസ് കെ മാണി കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ അദ്ദേഹം തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് ഇനിയൊരു ഭാവി ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഇല്ല എന്ന തിരിച്ചറിവ് ജോസ് കെ മാണിക്കുണ്ടായത് ഏറെ അഭികാമ്യമായ കാര്യമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിനെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കാര്യമായി പരിഗണിക്കുന്നില്ല. അദ്ദേഹമാണ് പാർട്ടി ചെയർമാൻ. എന്നിട്ട് പോലും മറ്റുള്ള MLA-മാർ അദ്ദേഹത്തിനോട് ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. അതിലാകെ കാഞ്ഞിരപ്പള്ളി MLA ആയിട്ടുള്ള പ്രൊഫസർ N ജയരാജും റാന്നി MLA ആയിട്ടുള്ള പ്രമോദ് നാരായണൻ മാത്രമാണ് അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്നവർ. അവർ ഇരുവരും കൃത്യമായും BJPയുമായി സഹകരിക്കുന്ന കാര്യത്തിൽ ജോസ് കെ മാണിക്ക് പരിപൂർണ പിന്തുണ അറിയിക്കുകയാണ്. ഇതോടുകൂടി ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തുങ്കലും റോഷി അഗസ്റ്റിനും പ്രത്യേകമായി UDFയിലേക്ക് ചേക്കേറും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ കക്ഷി നേതാവായി CPIM-ൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹമാണ് ജലവകുപ്പ് മന്ത്രിയായിട്ടുള്ളത്. എന്നാൽ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഉടനടി ഒരു രാജിപ്രഖ്യാപനം നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം നിലവിൽ റോഷിക്ക് പരിപൂർണ പിന്തുണയാണ് ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തുങ്കലും കൊടുക്കുന്നത്. പ്രമോദ് നാരായണും N ജയരാജും പരിപൂർണമായി പിന്തുണ കൊടുക്കുന്നുമില്ല. അവർ രണ്ടുപേരും റോഷിയുമായി അത്ര രസത്തിലല്ല. റോഷിയെ മാറ്റണം എന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി. എന്നാൽ റോഷിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം 5 MLA-മാരുള്ള ജോസ് കെ മാണിയുടെ പാർട്ടി പരിപൂർണമായി LDF വിട്ടുപോയാലും തൽക്കാലം ഭരണത്തിനൊന്നും സംഭവിക്കില്ല. കേവല ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ UDFുമായി സഹകരിച്ചാലോ ഇല്ലെങ്കിലോ ഇപ്പോഴത്തെ മന്ത്രിസഭയ്ക്ക് ഒരു കുഴപ്പവും പറ്റില്ല. പ്രശ്നം 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ്. ജോസ് കെ മാണി LDFുമായി ചേർന്ന് സഹകരിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം BJPയിൽ നിന്ന് കിട്ടാൻ പോകുന്നത് രാജ്യസഭാ സീറ്റും കേന്ദ്ര സഹമന്ത്രി സ്ഥാനവുമാണ്. അത് കളഞ്ഞുകൊണ്ട് കേരളത്തിലെ കുറച്ച് സീറ്റിന് വേണ്ടി, പ്രത്യേകിച്ചും ജോസ് കെ മാണി എവിടെ നിന്നാലും 8 നില പൊട്ടുമെന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം ഇനി മത്സരിക്കാൻ തയ്യാറെടുക്കില്ല. ബാക്കിയുള്ളവരുടെ സൗകര്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം എന്തിനാണ് ബലി കഴിക്കേണ്ടത് എന്ന ചിന്താഗതിയാണ് നമ്മുടെ ജോസ് മോനുള്ളത്. അതെന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ വിസ്ഡം തന്നെയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം അപ്പന് പിറന്ന മോൻ തന്നെയാണ്. ആ കാര്യത്തിൽ അപ്പന് കണക്ക് തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്.